ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പൻ്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 39ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിഷ്ണുയോഗയിൽ കൂടി നമ്മളിപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ത്രിമൂർത്തികളെക്കുറിച്ചും ത്രിമൂർത്തികളെ അടിസ്ഥാനമാക്കി 3 മതങ്ങളെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ ലോകത്തെ എന്നും എല്ലാ യുഗങ്ങളിലും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എല്ലാ സമയത്തും 3 മനുഷ്യരുണ്ട്. ഈ 3 മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് 3 മതങ്ങൾ. ഒന്ന് സൃഷ്ടിയുടെ മതം, ഒന്ന് സ്ഥിതിയുടെ മതം, ഒന്ന് സംഹാരത്തിൻ്റെ മതം. ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. സൃഷ്ടിയുടെ മതത്തെ ദേവമതമെന്നും സംഹാരത്തിൻ്റെ മതത്തെ അസുര മതമെന്നും സ്ഥിതിയുടെ മതത്തെ ബ്രഹ്മമതമെന്നും പറയുന്നു. ഇങ്ങനെ 3 മനുഷ്യരും 3 മതങ്ങളുമാണ് ഈ ലോകത്തുള്ളത്. ഇതിൻ്റെയൊക്കെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിലെ മനുഷ്യർക്ക് ഒരു പ്രത്യേക കണക്കുണ്ട്. ദേവന്മാർ ഇത്ര, അസുരന്മാർ ഇത്ര, സാധാരണ മനുഷ്യർ ഇത്ര എന്നുള്ളത്. ദേവന്മാരുടെ സംഖ്യ എന്ന് പറയുന്നത് 33% പാടുള്ളൂ. അസുരന്മാരുടെ സംഖ്യ 33%, അതുപോലെ സാധാരണ മനുഷ്യരുടെ സംഖ്യ 34%. ഇതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ദേവന്മാരുടെ എണ്ണം കൂടിയാൽ ഉടനെ ഭഗവാൻ അസുരന്മാരെ സൃഷ്ടിക്കും. അല്ലെ, അസുരനായി അവതരിച്ച്, അസുര ദൈവമായിട്ട് അവതരിച്ച്, ശിവനായിട്ട് അവതരിച്ചിട്ട് ദേവന്മാരെ കൊല്ലും. എന്നിട്ട് അവരുടെ സംഖ്യ നിലനിർത്തും. അതുപോലെ മറ്റ് ബ്രഹ്മന്മാരുടെ സംഖ്യ കൂടുമ്പോൾ അവരെയും കൊന്നിട്ട് അവരുടെ സംഖ്യയും നിലനിർത്തി. ഇത് പ്രകൃതിയുടെ ബാലൻസിന് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഒരു ആവാസ വ്യവസ്ഥയിൽ, ഒരു വനത്തിൽ മാനുകളുടെ എണ്ണം മാത്രം കൂടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള മൃഗങ്ങളെല്ലാം അത് ബാധിക്കുക, ഭക്ഷണങ്ങളെല്ലാം അത് തിന്നൊടുക്കും. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യും? സിംഹം, കടുവ, മാംസഭോജികളായ മൃഗങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ മതങ്ങളുടെ ധർമ്മത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെ ആസ്പദമാക്കിയാണ് 3 മതങ്ങൾ ഈ ലോകത്തുള്ളത്. പിന്നെ 1 വിഷ്ണുമതം, 2 ബ്രഹ്മമതം, 3 ശിവമതം. ശിവമതത്തിൽ ഉൾപ്പെട്ടതാണ് സിഖ് മതവും ബുദ്ധമതവും എല്ലാം. സംഹാര സ്വഭാവമുള്ള എല്ലാ മതങ്ങളും ശിവമതത്തിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ അവയുടെ മതത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് 2 ധർമ്മമാണ്. ഒന്ന്, ഭൂമിയിലെ മനുഷ്യരുടെ ബാലൻസ്, അതായത് അതിൻ്റെ തുലനം നിലനിർത്തുക. രണ്ടാമത്തേത്, നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് പരമാത്മാവായ ഭഗവാൻ നാരായണനിൽ നിന്നാണ്. അവിടെ എത്തിച്ചേരുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനിൽ തന്നെ തിരിച്ചെത്തുക എന്നുള്ളതാണ്. അതായത് മോക്ഷം പ്രാപിക്കുക, അല്ലെങ്കിൽ സ്വർഗ്ഗപ്രാപ്തി. ഇതാണ് ഓരോ മതത്തിൻ്റെ ലക്ഷ്യം. അതിന് അവർ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നു. പക്ഷേ പ്രധാനമായിട്ടും ഭൂമിയുടെ ബാലൻസ് നിലനിർത്തുക എന്നതാണ് മതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ 3 മനുഷ്യരാണുള്ളത്. ദേവന്മാരും അസുരന്മാരും സാധാരണ മനുഷ്യരും. ദേവന്മാരുടെയും അസുരന്മാരുടെയും സംഖ്യ എന്ന് പറയുന്നത് 33%. ഇതെപ്പോഴും കൃത്യമായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ഭൂമിക്ക് ആവശ്യമാണ്. സ്വർണം മാത്രം പോരാ, നമുക്ക് ഇരുമ്പും വേണം. രാത്രി മാത്രം പോരാ, പകലും വേണം. സുഖം മാത്രം പോരാ, ദുഃഖവും വേണം. പൗർണമി മാത്രം പോരാ, അമാവാസ്യം വേണമെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ ബാലൻസ് നിലനിൽക്കുകയുള്ളൂ. ജനനം മാത്രം നടന്നാൽ പോരാ, സംഹാരം നടന്നേ മതി.